വിനേഷ് ഫോഗാട്ട് ഒളിമ്പിക്സിൽ മത്സരിക്കുന്നതിന് മുമ്പ് അവർ കൃത്യമായി ഒളിമ്പിക്സിൽ ചില കൃത്രിമത്വം നടക്കപ്പെട്ടേക്കാം എന്ന ആശങ്ക പങ്കുവച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ ബോക്സർ വിജേന്ദ്ര സിംഗ് ഇപ്പോൾ കൃത്യമായ ദുരൂഹതയുമായി ബന്ധപ്പെട്ട കാര്യം ആരോപിക്കുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സ്വീകരണമാണ് വിനേഷ് ഫോഗാട്ടിന് നാടെങ്ങും ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ അഭൂതപൂർവമായിട്ടുള്ള ഒരു വലിയ ജന പങ്കാളിത്തമാണ് വിനേഷ് ഫോഗാട്ടിന് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കുചേരുന്നത്. വാസ്തവത്തിൽ ഭരണകൂടത്തിന്റെ നെറികെട്ട രാഷ്ട്രീയ കളിയുടെ ഇരയാണ് വിനേഷ് ഫോഗാട്ട് എന്ന് പല തവണയായി അവരെ അനുകൂലിക്കുന്ന നിരവധി പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് അതിൽ മുൻപന്തിയിൽ തന്നെയാണ്. രാഹുൽ ഗാന്ധി കൃത്യമായി വിനേഷ് ഫോഗാട്ട് ഫൈനലിൽ എത്തിയപ്പോൾ പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. അതായത് ഒളിമ്പിക്സിൽ ഫ്രീ സ്റ്റൈൽ ഗുസ്തി 50 കിലോഗ്രാം വിഭാഗത്തിന്റെ ഫൈനലിൽ എത്തിയപ്പോൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ചാമ്പ്യന്മാർ ഗോതയിലാണ് മറുപടി പറയുക എന്നത്. അതിനുശേഷം മണിക്കൂറുകൾക്കകം അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ്. ഇതിൽ തന്നെ BJPയുടെ ചില ഒത്തുകളി വ്യക്തമാണ് എന്ന് കോൺഗ്രസ് ആരോപണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഹരിയാനയിൽ നിലവിലെ പ്രതിപക്ഷ നേതാവായ ഭൂവിന്ദർ ഹൂഡയ്ക്ക് മുമ്പാകെ വിനേഷ് ഫോഗാട്ടും ഗുസ്തി താരങ്ങളും കൃത്യമായി കോൺഗ്രസിലേക്ക് ചേരാനുള്ള സമ്മതം മൂടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരുമ്പോൾ BJP തകർന്നടിയുകയാണ്. വാസ്തവത്തിൽ കർഷകരും ഗുസ്തി താരങ്ങളും അതുപോലെ തന്നെ ഹരിയാനയിലെ ജനസമക്ഷം ജനകീയ മുന്നേറ്റം BJPയെ തകർത്തെറിയുമെന്നതും ഒരുപക്ഷെ BJP 2014 ശേഷം ഏറ്റവും വലിയ പടുകുഴിയിലേക്ക് എത്തും എന്നതും, അവിടെ പ്രതിപക്ഷം പോയിട്ട് സംസ്ഥാന പാർട്ടി പദവി പോലും ലഭിക്കാത്ത രീതിയിൽ നാണം കെടും എന്നതുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ആ ഒരു രീതിയിലേക്ക് വരുന്നതോടുകൂടി നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന് ശമനമുണ്ടാകും എന്ന് തന്നെയാണ് പ്രത്യാശ. അതായത് ഡൽഹി ജനതയെ ബുദ്ധിമുട്ടിക്കുന്ന BJPക്ക് ഒരു ഊക്കൻ പണി കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിരിക്കുമെന്ന് ഹരിയാനയിലെ ആം ആദ്മി പ്രവർത്തകരും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഡൽഹി ജനതയെ കുടിവെള്ളം നൽകാതെ വീർപ്പ് മുട്ടിക്കുന്നത് BJPയാണ്. എന്നിട്ട് BJP പ്രതിപക്ഷത്തുള്ള ഡൽഹിയിൽ എല്ലാ രീതിയിലും ആം ആദ്മിയെ കുറ്റപ്പെടുത്തി അവിടുത്തെ ജലവകുപ്പാണ് അമ്പെ പരാജയപ്പെട്ടതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. BJPയുടെ ഈ നെറികെട്ട നാറിയ കളിക്ക് മറുപടി കൊടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് ആം ആദ്മി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ JJPയും ആം ആദ്മിയും ഐക്യകണ്ഠേന നിരുപാധികമായി കോൺഗ്രസിന് പിന്തുണ കൊടുത്ത് സകല സീറ്റുകളും 90-ൽ 90 തൂത്തുവാരാൻ വേണ്ടിയാണ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.